വരുന്നെടുത്ത് മാറണം. ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുവാ കാണാൻ. നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണമുണ്ടോ ഇയാൾക്ക്? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അല്ലാതെ ഇവനോടൊക്കെ എന്തിന് പട്ടാളം ഇങ്ങനെ ചുറ്റും നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കോ. ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? എന്തോ കാണാൻ വന്നതാ? ഇതന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് വിചാരിച്ചോ ഇങ്ങനത്തവനൊക്കെ? കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്നനാറിച്ചെറ്റേ. ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. വേഷം കെട്ടി ഇറങ്ങിയേക്കോ. പട്ടാളക്കാരുടെ വേഷം ഇട്ട് പട്ടാളക്കാരുടെ സമയം കളഞ്ഞ ഇതെന്തൊരു തെണ്ടിത്തരവാന്ന് ആലോചിച്ചോ നിങ്ങൾ ആരെങ്കിലും? മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഈ കഴിഞ്ഞ 3 ദിവസം പോകായിരുന്നത് ഇയാളുടെ തയ്പ്പിച്ച് കിട്ടിയില്ല കേട്ടോ തുണി. അതുകൊണ്ടാ ആ പട്ടാള വേഷം ഇയാളുടെ സൈസിനൊത്തില്ല. മനസ്സിലായോ? എന്റെ ഗതി ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. എന്റെ പുണ്യാളാ കാത്തോളനെ. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായോ? ഈ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോകല്ലേ. എന്നിൽ ഔഷധ ഗുണമില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും